ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രെഡ് വെച്ച് നമുക്ക് അടിപൊളി നോമ്പ് തുറ ചായക്കടി ഉണ്ടാക്കിയല്ലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് കുഴക്കണ്ട, പരത്തണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ വലിയ 2 ഉള്ളിയാണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി തന്നെ കട്ട് ചെയ്യണം. 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, ചെറു പീസ് ഇഞ്ചി, കുറച്ച് മല്ലിയിലയാണ് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചൂടായതിന് ശേഷം നമ്മളെ മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇതുപോലെ ചെറിയ പീസാക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ ഞാൻ 5 പീസ് ബ്രെഡാണ് എടുത്തത്. ഇത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം മിക്സിൻ്റെ ജാറിൽ. നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ 3 മുട്ടയാണ് എടുത്തത്. ആ 3 മുട്ട നമുക്കിതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. ബാക്കി എല്ലാത്തിലും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണല്ലോ. മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതുപോലെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് മിൽമ നെയ്യോ RKGയോ ഇതുപോലെ കുറച്ച് നല്ലോണം ഒഴിച്ച് അതിന് ശേഷം നല്ലോണം ചൂടായി ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് നന്നായി ഇതുപോലെ ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 10 മിനിറ്റ് മാത്രം മതി. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ചൂട് തന്നതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ചായക്കടി റെഡിയായി കേട്ടോ. നോമ്പ് തുറക്കൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.